ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീമത് സാറാണ്. ഇനി ഫ്യൂച്ചറിൻ്റെ കൂടെ നിങ്ങളെ ഫിസിക്സ് പഠിപ്പിക്കാൻ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളായിട്ട് സംസാരിക്കാനാണ്. എടാ മക്കളെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഇപ്പോൾ പ്ലസ് ടു എത്തി, ഇങ്ങനെ ക്ലാസ്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും. സ്മൂത്തായിട്ടാണോ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഒരുപാട് ടെൻഷൻ ഉണ്ടല്ലേ മനസ്സിൽ. എനിക്കറിയാം എന്തൊക്കെയാ. പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് അടുത്ത മാസം വരാൻ പോവാണ്. സാറേ, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എന്താവും എന്നുള്ളത് അറിയില്ല, പ്ലസ് ടു ആകെ കൊളായി കിടക്കുകയാണ്. അങ്ങനെ ഒരുപാട് ടെൻഷൻ മക്കൾ മനസ്സിലുണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ടെൻഷൻ വേണ്ട, ധൈര്യമായിട്ടിരുന്നോ. നമുക്ക് നല്ലൊരു പ്ലാനാണ് വേണ്ടത്. എന്താണ് പ്ലാന്? നമുക്ക് പ്ലസ് ടുവിന് എന്തൊക്കെ വരുന്നുണ്ട്? പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ പ്ലസ് ടു എക്സാം വരുന്നുണ്ട്, ലാബ് എക്സാം വരുന്നുണ്ട്. ഇതിൽ ആദ്യം വരാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമാണ്. അപ്പോൾ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഇപ്പോഴേ തിരിച്ചറിയാം. നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, അത് പഠിക്കാനുള്ള സ്റ്റാർട്ടിങ് ഇപ്പം തുടങ്ങണം. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഈ പ്രാക്ടിക്കൽ എന്ന് പറയുന്ന സാധനം ഓവറായിട്ട് എന്ത് ചെയ്യേണ്ട, നമ്മുടെ തലയിലേക്ക് കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ട് പോകണ്ട. അതൊക്കെ വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞ് പോകേണ്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 12 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. വെറുതെ മക്കൾ ഈ പ്രാക്ടിക്കലായിട്ട് ടെൻഷൻ അടിക്കും. അങ്ങനത്തെ ടെൻഷനൊന്നും മക്കൾ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫുൾ മാർക്കോട് കൂടി തന്നെ പ്രാക്ടിക്കൽ എക്സാം പാസ്സാവാൻ പറ്റും. ഓക്കെ, ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനിയുള്ള ടെൻഷൻ എന്താ? നമ്മുടെ പ്ലസ് ടു എക്സാം ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? സാധാരണ പ്ലസ് ടുവിൻ്റെ കൂടെയാണ് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരാറുള്ളത്. എന്നാൽ ഈ തവണ കുറച്ച് നേരത്തെ വരികയാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും കാര്യത്തിനൊക്കെ നല്ല സമയം എടുക്കും. ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നല്ല സമയം കിട്ടുന്നതാണ്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ പ്ലസ് വണ്ണിൻ്റെ അതായത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം. അതേപോലെ തന്നെ പ്ലസ് ടുവിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം. ആ എല്ലാ സപ്പോർട്ടുകളായിട്ട് നമ്മുടെ ഫ്യൂച്ചർ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക, എത്രയും ഇവിടുന്ന് അഡ്മിഷൻ എടുക്കുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.